ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീത കാണിച്ചു തരുന്ന ജീവിത വിജയ മാർഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന, പ്രായോഗികമാക്കാൻ പറ്റുന്ന ലളിത മാർഗങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട, ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കേണ്ട ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നാം ശരിക്കും ഗ്രഹിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു പുതിയ വ്യക്തിത്വം നമ്മളിലൂടെ രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, വാട്ട് ദ ഡെസ്റ്റിനി ഡിസൈൻഡ് ഈസ് നോട്ട് ദ ട്രൂ പേഴ്സണാലിറ്റി. നമുക്ക് ഒരു ഫ്രീഡമുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് ദൈവീകമായ, ഈശ്വരീയമായ കഴിവുകളുണ്ട്. ഈ കഴിവുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം മാറ്റം വരുത്തുമ്പോൾ കാലം കൊണ്ട് നമുക്കത് ബോധ്യമാവും. ശരിയാണ്, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മളെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന കഴിവും ശക്തികളുമാണ്. ഈ മാറ്റം വരിക, മാറ്റം വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചില ജീവിത ചിട്ടകളിലേക്ക് നമ്മളൊന്ന് നീങ്ങിക്കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചില സിസ്റ്റങ്ങളെ പോലെയാണ്. ഇപ്പം നമ്മൾ എയർപോർട്ടുകളിലും അതുപോലെ ഇപ്പം പല റെയിൽവേ സ്റ്റേഷനിലൊക്കെ പുതിയ സിസ്റ്റപ്രകാരം അവർ സ്റ്റെയർ കേസുകളുണ്ട്, എസ്കലേറ്റർ ടൈപ്പ്. നിങ്ങളും ചെയ്യണം, നിങ്ങളതിൻ്റെ മുകളിൽ കയറിയാൽ മതി, അത് നിങ്ങളെ മുകളിലേക്ക് എത്തിച്ചോളും. ഇതുപോലെ നമ്മൾ ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടു നടന്നാൽ മതി. അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. അപ്പം അതിലേത് ആചാര അനുഷ്ഠാനങ്ങളാണ് കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടതെന്ന് ഗീത വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പം ഈ പരിവർത്തനം എന്നത് നിരന്തരമായ ജീവിത രീതികളിൽ ഉണ്ടാകുന്ന പരിണാമമാണ്. അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം കാണിച്ചു തരുന്ന ജീവിതത്തെ മാറ്റം വരുത്തുന്ന അതിഗംഭീരമായ ജീവിത പരിവർത്തന മന്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, മനുഷ്യ ജീവിതം നമ്മൾ എങ്ങനെ വേണമെന്ന് നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തണം. നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം, എന്താണ് എൻ്റെ ജീവിതം, എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞു, അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഞാൻ എന്ന് പറയുന്നത് ആരാണ്, എന്താണ് എന്ന വ്യക്തമായ ബോധം. നമുക്കറിയണം നമ്മൾ ആരാണ്. ഇന്നത്തെ ആധുനിക സയൻസ്, മോഡേൺ ഫിസിക്സ് നമ്മളെ ഇത് ചിന്തിക്കാനേറെ സഹായിക്കുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചം നാം കാണുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ വേറെ വേറെയാണ് നമുക്കുള്ള തോന്നലിൽ നിന്ന്, ഇതെല്ലാം ഒരേ ഊർജത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന ഐൻസ്റ്റീനെ പോലുള്ള മഹാശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം ഇന്ന് നമുക്ക് ഒരു സത്യം മനസ്സിലാക്കി തരുന്നു. ആരും എവിടെ നിന്നും വന്നതല്ല, ഊർജം പരിണമിച്ച് വികസിച്ച് ഉണ്ടായതാണ്. ആ ഊർജമാണെങ്കിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണെങ്കിൽ നിരന്തരമായി ശക്തിയുള്ള, ചലനാത്മകമായ, ഒരു തരത്തിലും നാശത്തിന് വിധേയമാവാത്തതാണ്. അപ്പോൾ ഇവിടെ നശിക്കുക എന്നൊക്കെ പറയുന്നത്, ജനിക്കുക, മരിക്കുക എന്നൊക്കെ പറയുന്നത്, ഈ ഊർജം രൂപമാകുമ്പോൾ നാം ജനിച്ചു എന്ന് പറയുന്നു, രൂപം വീണ്ടും ഊർജമായി മാറുമ്പോൾ അത് മരിച്ചു എന്ന് പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ ഊർജത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ അത് ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. ഭാരതീയ ഋഷിവര്യന്മാർ ഒരു പടിയും കൂടെ കടന്നിട്ട് പറയണു, ആ ഊർജത്തിൽ തന്നെ 2 ഊർജമുണ്ട്. ഒന്ന് നിരീക്ഷകനായ ഊർജവും, 2 നിരീക്ഷിക്കപ്പെടുന്ന ഊർജവും. ഈ നിരീക്ഷകനായ ഊർജം, എല്ലാം അറിയുന്ന ഊർജം, അത് ശുദ്ധ ബുദ്ധ മുക്ത ബോധമാണ്, അവെയർനെസ്സാണ്, കോൺഷ്യസ്നെസ്സാണ്. ഈ കോൺഷ്യസ്നെസ്സിനെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്. അല്ലാതെ ഈശ്വരൻ എന്നൊക്കെ പറയുന്നതൊരു രൂപമുള്ളതിനെ അല്ല. അത് ഇതര മതക്കാർ തെറ്റിദ്ധരിച്ചതാണ്. അതൊരു പ്രതീകാത്മകമാണ്. പ്രതീകം എല്ലാവർക്കും വേണ്ടതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അതുകൊണ്ട് ഈ രൂപങ്ങളെയാണ് ദൈവമെന്ന് വിളിച്ചിരിക്കുന്നതെന്ന തെറ്റായ ധാരണ പൊതുവെ ഹിന്ദു സമൂഹത്തിനുണ്ട്. അത് മാറ്റണം. ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ബൃഹത്വാദ് ബ്രഹ്മം. ആത്മാവിനെന്ത് രൂപമുള്ളത്? ഈശ്വരോ വൈ ആത്മാ. ഈശ്വരൻ എന്നാൽ ആത്മാവ്. ആത്മാവിനെന്ത് രൂപമുള്ളത്? അപ്പോൾ രൂപമില്ലാത്ത, എന്നാൽ രൂപമില്ലാത്തതെന്ന് പറയുമ്പോൾ ചില മതങ്ങളിൽ ഈശ്വരന് രൂപമില്ല, പക്ഷേ സ്വർഗത്തിലിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ താനുമായിട്ട് ആ ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല.
പക്ഷേ ഭാരതീയ ഋഷിവര്യന്മാർ പറയണു ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്ന, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈശ്വരനെ അറിയുന്നവെന്ന് വിളിക്കരുത്. ഈശ്വരനെല്ലാം അറിയുന്നവനാണെന്ന് പറയുമ്പോൾ അറിവ് ബോധവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ അറിവ്, ഈശ്വരനാകുന്ന അറിവ്, അതിലാണ് എല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. അതായത് സൂക്ഷ്മമായ ഊർജം വികസിച്ച രൂപമായി വീണ്ടും അത് ഊർജമായി പരിണമിക്കുന്നതൊക്കെ ഈ അനന്തമായ ബോധത്തിലാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം അതിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. കാരണം ഈ ഊർജത്തിന് വികസിക്കണമെങ്കിൽ അതിനൊരു ഇൻ്റലിജൻസ് വേണം. കാരണം എത്രത്തോളം വികസിക്കണം, അതിൻ്റെ സാന്ദ്രത വരണം, അത് കഴിഞ്ഞാൽ എപ്പം തുടങ്ങണം അതിൻ്റെ സങ്കോചം എന്നതൊക്കെ ആര് തീരുമാനിക്കുന്നു? മീൻസ് ഇതിന് എവിടെ നിന്ന് ഇൻ്റലിജൻസ് കിട്ടുന്നു? അപ്പോൾ ആ ഒരു ഇൻ്റലിജൻസിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് തന്നെയായിരിക്കണം. ഏതായാലും ഈ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ജനന മരണമില്ലാത്ത ഊർജ്ജശക്തിയാണ് നാം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഭയം എന്നത് എന്തിനെക്കുറിച്ച്? ഈ രൂപത്തെക്കുറിച്ചോ? രൂപം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഊർജ്ജമായി പരിണമിക്കേണ്ടതാണ്. അപ്പം നാം എന്തിനെക്കുറിച്ച് ദുഃഖിക്കും? എന്തിനെക്കുറിച്ച് ഭയപ്പെടും? ഇനി രണ്ടാമത്, ഇങ്ങനെ നാം ഊർജ്ജമാണെങ്കിലും ഇപ്പോൾ നാം നിൽക്കുന്നത് എവിടെയാണ്? എൻ്റെ വ്യക്തിത്വം ഇപ്പോൾ എവിടെയാണ്? ഉപബോധ മനസ്സിലാണ് നമ്മൾ കൂടുതൽ കുരുങ്ങി കിടക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ കാമക്രോധ ലോഭമോഹ മതമാത്സര്യ വികാരങ്ങൾ വളരെ പ്രക്ഷുബ്ധമായി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം വികാരങ്ങളുടെ സ്വാധീനം നാം വിചാരിക്കും, ഓ ഇതൊക്കെ പ്രകൃതിയുടെ സ്വഭാവമാണ്, ഇതെൻ്റെ നേച്ചറാണ്, ഇതെൻ്റെ രീതിയാണ്, ഇതെൻ്റെ സ്വഭാവമാണ്, ഇതെൻ്റെ ശൈലിയാണെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒന്ന് നാം മനസ്സിലാക്കണം, ഇതൊന്നും നമ്മുടെ ശൈലിയല്ല, ഇതെല്ലാം നമ്മുടെ ദൗർബല്യമാണ്. എന്താ ഇതിനെ ദൗർബല്യം എന്ന് വിളിക്കാൻ കാരണം ഇതിൽ നിന്നും ബോധമനസ്സിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ ആ ബോധമനസ്സിലേക്ക് ഉയരണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളെ വേണ്ടൂ. ഒന്ന് സാധന, രണ്ട് സേവനം. അപ്പം നമ്മളുടെ സുഖം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആ ഒരു ലൗകികമായ ഒരു തൃഷ്ണയുണ്ടല്ലോ, എൻ്റെ ലോകം എന്നുള്ളത്, അതിൽ നിന്ന് മറ്റുള്ളവരെ പരിഗണിക്കാൻ തുടങ്ങിയാൽ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും, മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ഉപകാരം ചെയ്യാനും, മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ടൊരു സഹായം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മനുഷ്യൻ അതിലൂടെ സുഖം കണ്ടെത്തുമ്പോൾ, മറ്റുള്ളവർക്ക് സുഖം പകർന്നുകൊണ്ട്, സന്തോഷം പകർന്നുകൊണ്ട്, സേവനം പകർന്നുകൊണ്ട് സുഖം കണ്ടെത്തുമ്പോൾ, അതുപോലെ എപ്പോഴൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും വരുന്നുണ്ടോ, നാമസ്മരണയിൽ സുഖം കണ്ടെത്തുമ്പോൾ, അതിൽ മുഴുകിക്കൊണ്ട് സുഖം കണ്ടെത്തുമ്പോൾ പരിവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് ഈ പരിവർത്തനം എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായതാണ്. ഒന്ന് നാം പരിവർത്തനത്തിന് തയ്യാറാവുകയാണെങ്കിൽ, പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതം മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. ആർക്കാണിത് സാധിക്കുക എന്നതാണ് ഇനിയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത ശ്ലോകം അതിഗംഭീരമാണ്. 21 ശ്ലോകത്തിലേക്ക് നമ്മൾ നോക്കാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാം സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഒന്നുകൂടി ചൊല്ലാം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാം സയത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. അതിഗംഭീരമായ ശ്ലോകമാണ്. ഭഗവാൻ കൃഷ്ണൻ ഒരു വ്യക്തിയെ മാറ്റം വരുത്താൻ, വികസിപ്പിക്കുവാൻ, ശ്രേഷ്ഠനാക്കാനുള്ള ലളിതമായ വഴിയാണ് പറഞ്ഞിരുന്നത്. എന്താണത്? യത് ആചരതി. ആ ആചരതി എന്ന വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. യത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രേഷ്ഠന്മാരായ ആളുകൾ, അതായത് ജീവിതത്തിൽ പരിണാമമുണ്ടായ, പരിവർത്തനമുണ്ടാക്കിയ ശ്രേഷ്ഠന്മാർ, മഹാന്മാർ യാതൊന്ന് ആചരതി, ആചരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആചരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, അത് തന്നെ നമ്മളും എന്ത് ചെയ്യണം? ആചരതി. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠന്മാരാവും. ഇപ്പോൾ ഒരാളെ ശ്രേഷ്ഠനാക്കി മാറ്റുന്നത് അയാളുടെ ആചരണമാണ്. ഈ വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആചരണം എന്നുള്ളത്.
എന്താണ് ജീവിതത്തിൽ ആചരിക്കേണ്ടത്? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദുരന്തം, അതിന് കുറേ കാരണം നമ്മുടെ ആചരണങ്ങളിലുണ്ടായ തെറ്റ് തന്നെയാണ്. വൈറസും മറ്റു സാധനങ്ങളും മനുഷ്യ ശരീരത്തിൽ കയറുന്നതിന് കാരണം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ വൈറസിനെയാണ് കുറ്റം പറയുന്നത്, പ്രതിരോധത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. കാരണം പ്രതിരോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യജീവിതം മാറ്റേണ്ടി വരും. അപ്പം അതിന് നല്ല വൈറസിനെ കുറ്റം പറയുകയാണ്. മദ്യം കുടിച്ച് ലിവർ കേടെടുത്തിയ മദ്യത്തിനെ കുറ്റം പറയണത്, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ടിനെയാണ് കുറ്റം പറയുന്നത്. അവൻ്റെ ദൗർബല്യത്തെ അവൻ ഒരിക്കലും തെറ്റ് കാണുന്നില്ല. ഇതേപോലെയാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും. തോറ്റുപോയാൽ പരീക്ഷയെ കുറ്റം പറയുക, വീണുപോയാൽ വഴിയെ കുറ്റം പറയുക, വൈകിപ്പോയാൽ സമയത്തെ കുറ്റം പറയുക. അല്ലാതെ തൻ്റെ ദൗർബല്യമായിട്ട്, തൻ്റെ കുറവായിട്ട് ആരും പ്രശ്നങ്ങളെ കാണുന്നില്ല. വിവാഹ ജീവിതത്തിൽ തന്നെ ഒരു ആൺകുട്ടിയോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം വന്നാൽ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയില്ല പറയും, പെൺകുട്ടിയോട് ചോദിച്ചു ആൺകുട്ടി ശരിയില്ല എന്ന് പറയും. ഈ തരത്തിൽ പരസ്പരം പഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ് തൻ്റെ ദൗർബല്യങ്ങളെ ന്യായീകരിക്കുന്നവർക്ക് ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പം ആർക്കാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക? യത് ആചരതി, ആചരിക്കുന്നവർക്കാണ് തന്നെ ശ്രേഷ്ഠനാക്കാൻ സാധിക്കുക. ഇപ്പം ഈ ആചരതി എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. എന്താണ് ആചരിക്കേണ്ടത്? ഇപ്പം നമ്മൾ പലരും കാണും അമ്പലത്തിൽ രാവിലെ എണീറ്റ് പോകുന്നവർ, എന്നിട്ടും അവരുടെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലെങ്കിൽ അവരെന്താ ആചരിക്കുന്നു? അവരാചരിക്കുന്നതിൽ കുറവുണ്ടായിട്ടാണോ? അപ്പം ആ ആചരണം എന്ന വാക്കാണ് ഹിന്ദുക്കളിൽ വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. അതിൽ നല്ലൊരു പങ്ക് മുതിർന്നവർക്കുണ്ട്. കാരണം അവർ മുമ്പേ ഗമിച്ചീടിന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഒരു പോത്തിൻ്റെ പിന്നാലെ എല്ലാ പോത്തുകളും പോകുന്ന പോലെയാണ് അമ്പലത്തിൽ പോകുന്നത്. എല്ലാവരും തൊഴുന്നു, ഞാനും തൊഴുന്നു. എന്തിനാണ് അതെനിക്കറിയില്ല. അവർ തൊഴാൻ പറഞ്ഞു, ഞാനും തൊഴും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഒരു ഡോക്ടറാണ്, അവരുടെ ഹോസ്പിറ്റലിൽ ഒരു മുസ്ലിം അമ്മ, അവർ മരണശയ്യയിലാണ്. അപ്പോൾ അവർ മരിക്കുന്ന സമയത്ത് ഖുറാനിലുള്ള ഖരീമ അങ്ങനെ ഒരു ഭാഗമുണ്ടത്രേ, അത് ഈ ലേഡി ചൊല്ലി, ഹിന്ദു പെൺകുട്ടി. അത് എന്നിട്ട് ആ പെൺകുട്ടി അവളുടെ ഒരു മുസ്ലിം സുഹൃത്ത് ഡോക്ടറോട് പങ്കുവെച്ചപ്പോൾ അയാളത് വൈറലാക്കി. ഒരു ഹിന്ദു ഡോക്ടർ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഖരീമൊക്കെ ചൊല്ലി, അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഈ പെൺകുട്ടിയോട്, ഹിന്ദു പെൺകുട്ടിയോട് ചോദിച്ചു, ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല, നിങ്ങളെന്നെ തെറ്റായിട്ട് കാണരുത് ഈ കാര്യത്തിൽ. ഓക്കെ, നല്ല കാര്യം തന്നെ. കാരണം നമ്മുടെ ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് സർവീസ് ചെയ്യാൻ തന്നെയാണ്. അത് നമുക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മുടെ സംസ്കാരത്തിന് എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് വേറൊരു മതത്തിൻ്റെ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കുറവുകൾ വരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരേ ഈശ്വരന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ അത്രയേ ഉള്ളൂ. എന്നാൽ ഇതര മതക്കാർക്ക് അത് എത്രമാത്രം നമ്മുടേത് ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയില്ല. കാരണം നമ്മുടെ വിഗ്രഹങ്ങൾ അലർജി ഉള്ളവരുണ്ട്, നമ്മുടെ മന്ത്രങ്ങൾ അലർജി ഉള്ളവരുണ്ട്. എന്നിട്ട് അവർ മതേതരത്വം സംസാരിക്കുകയും ചെയ്യും. അത് പോട്ടെ, വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പെൺകുട്ടിയോട് ചോദിച്ചൊക്കെ ഒരു ഹിന്ദുവാണ് മരിക്കുന്നെങ്കിൽ നിങ്ങൾ മന്ത്രം ചൊല്ലോ. എത്ര ഹിന്ദുക്കൾ അവിടെ മരിച്ചിട്ടുണ്ടാവും? അവരുടെ വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ പ്രായമുള്ളവർ മരിച്ചിട്ടുണ്ടാവും. എന്താ മന്ത്രം ചൊല്ലി? എനിക്കറിയില്ല. കാരണം ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നമ്മുടെ ഇതിൽ ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഹിന്ദുവിന് ആ കാര്യത്തിലൊക്കെ വളരെയധികം എന്താ പറയുക, അധപ്പതനമുണ്ടായി. ആ കാര്യത്തിൽ ഇസ്ലാം മതം ഗോൾ അടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിൻ്റെ മുഴുവൻ ടാക്സ് എടുത്ത് അവരുടെ മതം പഠിപ്പിക്കാനും ആ മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ അവർക്ക് ഗവൺമെൻറ് വ്യവസ്ഥ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന് അവരുടെ ഗ്രന്ഥം പഠിപ്പിക്കാനോ അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനോ ഭൂരിപക്ഷത്തിൻ്റെ പണം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. പോട്ടെ, അമ്പലങ്ങളിലെ പണം പോലും ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഒരു ശാപം നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ വ്യവസ്ഥിതി എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ ഗമിച്ചിടുന്ന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ശങ്കരാചാര്യസ്വാമികളുടെ ഒരു കഥ പറഞ്ഞ പോലെയാണ്. പണ്ട് ശങ്കരാചാര്യസ്വാമികൾ കേട്ട കഥയാണെന്നാൽ ചെറിയൊരു മാറ്റം വരുത്തി പറയാം. പണ്ട് അദ്ദേഹം കാശിയിൽ പോയ സമയത്ത് കുളിക്കാനായിട്ട് ഗംഗയിലിറങ്ങി.
അപ്പോൾ അന്നൊക്കെ ഗംഗ എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ പടവുകളൊക്കെ ഇത് കെട്ടി പടുത്ത് ശരിയാക്കിയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ മണലാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഈ ശങ്കരാചാര്യസ്വാമികളുടെ കമണ്ടലുമൊക്കെ നോക്കി ഇങ്ങനെ ഒരു കണ്ണൊക്കെ ഓടിക്കണ കണ്ടപ്പം ഇദ്ദേഹത്തിന് തോന്നി ഇവന്മാരെങ്ങാനും ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് അടിച്ചു മാറ്റുമെന്ന്. ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുട്ടികൾ കാണാതെ ഒരു കുഴി കുഴിച്ചിട്ട്, മണലാണല്ലോ, എന്നിട്ട് കമണ്ടൽ മൂടിയിട്ടു. കമണ്ടൽ മൂടിയിട്ടിട്ട് ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഒരു കമ്പെടുത്തിട്ട് അവിടെ കുത്തി. കാരണം ഇത് എവിടെ വെച്ചത് അറിയണമല്ലോ. കുളി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്തുണ്ട് അവിടെ ഒരുപാട് മണൽക്കൂരകളും അതിലൊക്കെ കമ്പ് കുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടുന്നാന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വരികയാണ്. അവിടത്തെ പോലുള്ളൊരു മഹാനായ ആചാര്യൻ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മണൽ കൂട്ടി കമ്പ് കുത്തി വെക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ കുളിച്ചാലേ പുണ്യം കിട്ടുള്ളൂ. ആചാര്യസ്വാമി വിചാരിച്ചു ഞാനിപ്പോൾ മാന്താൻ പോയവർ മുഴുക്ക മാന്താൻ തുടങ്ങും, എനിക്കിപ്പോൾ ഒരു കമണ്ടിൽ പോയാൽ പോയി എന്നേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ അത് അന്ധമായി ആചരിക്കുക. ഞാനിതിനെ കുറ്റം പറയുന്നില്ല. പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളൊക്കെ നോക്കിയ രസമാണ്. പണ്ട് ഏതോ കാലത്ത് ഉത്സവം നടക്കുന്ന സമയത്ത് അവിടുന്ന് ആന തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആനയെ തിരിയിപ്പിക്കും. അവിടുന്ന് ആരോ പണ്ട് കൂക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ കൂക്ക് വിളിക്കുക. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ ആചാരങ്ങൾ പോട്ടെ. പക്ഷേ അർത്ഥമറിയാതെ ആചരിക്കുന്ന ഒരു വർഗം നമ്മളെ ഉള്ളൂ. പറയാറില്ലേ, കഥ അറിയാതെ ആട്ടം കാണുക എന്നുള്ളത്. അതാണ് ഹിന്ദുവിനെ അധപ്പതിപ്പിച്ചത്. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു പ്രായമായി അവർക്ക് താല്പര്യമില്ല. അവർ സ്കൂളിലെത്തി, ഹൈസ്കൂളിലെത്തി, കോളേജിലെത്തിയ പറയും വാട്ട് ഈസ് ദിസ് നോൺസെൻസ്. അവർക്കതിനൊന്നും താല്പര്യമില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അടി കിട്ടുമ്പോഴാണ് പിന്നെ അമ്പലത്തിൽ പോവുക. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനു പോകുന്നു, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കേണ്ടത്, ആരെയാണ് ആരാധിക്കുന്നത്, അതാരാണ്, ആ ദൈവം ശരിക്കും എങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിവരം ഉണ്ടാവണ്ടേ. പിന്നെ ആകെയുള്ളത് വിവരം തരാനുള്ളതൊരു ഭാഗവതമാണ്. അതിനാണെങ്കിലും ആളുകൾ കൃത്യം 12:30 പോവുക. എന്നിട്ട് അത് നല്ലവണ്ണം ഭാഗവതം കഴിച്ചിട്ട് പോരുകയും ചെയ്യും. എന്നിട്ട് അവർ പറയും കേട്ടു, ഞാൻ ഇന്നലെ ഭാഗവതം കേട്ടു, ഇനി നാളെ ഒന്ന് കേട്ട് കളയണമെന്ന്. അപ്പോൾ ഉറപ്പല്ലേ കേട്ട് കളയാൻ പോവുകയാണെന്നുള്ളത്. ഈ തരത്തിൽ നമ്മുടെ ഹിന്ദു സമൂഹം അധപ്പതിച്ചു പോയി. ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ്, ജ്ഞാനനിഷ്ഠമായ ഒരു മതത്തെ നിങ്ങൾ വെറും കർമ്മനിഷ്ഠമാക്കി മാറ്റരുത്. ജ്ഞാനവും കർമ്മവും സമന്വയിച്ചതാണ് ഭാരത സംസ്കാരം. വെറും കർമ്മം മാത്രമാണെങ്കിൽ അത് അധപ്പതിച്ചു പോകും, അത് കാലം കൊണ്ട് മാറും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇതര മതങ്ങളിലേക്ക് ചേക്കേറുന്നത്. അല്ലാതെ ആ മതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല. അവർക്ക് പലതും കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. കാരണം അവിടെ സ്വർഗ്ഗമുണ്ട്, ആകാശത്തിനപ്പുറത്ത്. അവർക്ക് ആകാശത്തിനപ്പുറത്ത് സ്വർഗം പോയിട്ട് അവിടെ കാറ്റ് പോലും കിട്ടും, വായു പോലും കിട്ടുമെന്ന് അറിയില്ല. എന്നാലും അതൊരു എക്സൈറ്റ്മെൻറ്റ്, അവിടെ ഒരു ആകാശത്തിൻ്റെ അപ്പുറത്തൊരു സ്വർഗ്ഗമുണ്ട്. എന്നാൽ ഈ കുട്ടികൾക്ക് ലേശം വിവരം വെച്ചാൽ അവർ മനസ്സിലാക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് എവിടെ നിന്നാണോ രൂപപ്പെട്ടത് അവിടേക്കുള്ള യാത്രയാണ്. ഇതൊരു ചക്രമാണ്, ചാക്രികമാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഏവം പ്രവർത്തിതം ചക്രം. ഇന്ന് സയൻസും അത് തന്നെയാണ് പറയണത്. എവിടെ നിന്നാണോ ഇതെല്ലാം ഉത്ഭവിച്ചത് അതിലേക്ക് തന്നെ പോകുള്ളൂ. ഒരു ബിഗ് ബാങ് തിയറിയുടെ കൂടെ ബിഗ് ക്രഞ്ച് തിയറി ഐൻസ്റ്റീന് പറയേണ്ടി വന്നു. ഒരു സ്വർഗം ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചാൽ പോലും ആ സ്വർഗവും ചുരുങ്ങി ചുരുങ്ങി അത് വന്നിടത്തേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അവസാനം ഒരു ചോദ്യമുണ്ട്, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതിനെ അറിയാൻ സാധിക്കുന്ന, ഇതിനെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അനന്ത ബോധ ശക്തിയിൽ നിന്നാണ്. അപ്പം അതിലേക്കാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതെന്ന് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ജ്ഞാനനിഷ്ഠിതമായ കർമ്മങ്ങൾ, അതിൻ്റെ പേരാണ് ആചരണം. ആചരിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്ലി മുതിർന്നവർ ചെയ്യുന്നത് പിന്തുടരുകയല്ല. ഞാൻ എൻ്റെ കുട്ടികളൊക്കെ കുട്ടിക്കാലത്ത് അമ്പലത്തിൽ കൊണ്ടുപോയിന്ന് ക്രെഡിറ്റോടുകൂടി അച്ഛനും അമ്മയും പറയുകയാണെങ്കിൽ ആ കുട്ടിയും പാവം എന്താ പറയുക, ഒരു മന്ദബുദ്ധിയായി. കാരണം ഈ വിഡ്ഢികളുടെ കൂടെയാണ് പോയത്. അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മമാരും കുട്ടികളെ ബ്ലൈൻഡ്ലി അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് ആവരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രാമായണത്തിൽ അയോധ്യ കാണാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം,
ശ്രീരാമസ്വാമി, ഇത് ബാലകാണ്ഡത്തിൽ നിന്ന് അയോധ്യാകാണ്ഡത്തിലേക്ക് കടക്കുന്ന ഒരു 16 വയസ്സൊക്കെ ശ്രീരാമസ്വാമിക്ക് ആയ സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാം ശ്രീരാമസ്വാമിയെ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തൻ്റെ യാഗം രക്ഷിക്കാൻ വിശ്വാമിത്ര മഹർഷി എന്തിനാ രാമനെ കൊണ്ടുപോകുന്നത്? പട്ടാളക്കാരെ കൊണ്ടുപോയാൽ പോരെ. അതാണ് ദശരഥൻ ചോദിക്കുന്നത്, എൻ്റെ പട്ടാളക്കാർ പോരെ യാഗം രക്ഷിക്കാൻ? അല്ല, എനിക്ക് രാമനെ തന്നെ വേണം. അല്ല, അപ്പോൾ രാമൻ്റെ കൂടെ ലക്ഷ്മണനും പോവുകയാണ്. അപ്പോൾ എന്തിനാണ് മഹർഷി കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയുള്ളൊരു ഭരണാധികാരി ആയാലാണ് രാമൻ ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാവുക. അപ്പം അത് രാമനെ പഠിപ്പിക്കാതെ പരിശീലിപ്പിക്കുന്ന ഒരു മഹർഷി വരെയാണ്. ആ യാത്ര എന്ന് പറയുന്നത് ശരിക്കൊരു പാരൻറ്റിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് അതിനെ അങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ ഒരു ശരിയായ സ്കൂളിംഗ് ആണ് വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ടുപോകുന്നത്. രാവിലെ എപ്പോഴെണീക്കണം, എന്തിനാണ് എണീക്കുന്നത്? അവിടെയാണ് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർത്തൂല കർത്തവ്യം ദൈവമന്വിതം. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ ഒരു ശാസ്ത്രബുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ, ഇനിയുള്ള കുട്ടികളെങ്കിലും അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളോട് പറയേണ്ടതുണ്ട്, നമ്മൾ ശാസ്ത്രം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാലത്ത് നേരത്തെ എന്തിനാണ് എണീക്കുന്നത്? സൂര്യകിരണം ഭൂമിയിൽ തട്ടുമ്പോൾ ഭൂമിയിലുള്ള സകല ശക്തികളും വികസിക്കുകയാണ്. അപ്പോൾ വികാസമാണ് നമുക്ക് വേണ്ടത്. മനസ്സിന് വികാസം വേണം, ബുദ്ധിക്ക് വികാസം വേണമെങ്കിൽ കാലത്തെണീക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് നമുക്കത് കൂടുതൽ മനസ്സിലാവും. കാലത്തെണീറ്റ് ക്ഷേത്രങ്ങളിൽ പോകേണ്ടതുണ്ട്. അതെന്തിനാണ്? നല്ല ശുദ്ധമായ ഓക്സിജൻ നമ്മളെ ബ്ലഡിലേക്ക് ചെന്നാൽ മാത്രമേ, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാവുള്ളൂ. നമ്മുടെ ലങ്സുകൾ വേണ്ടത്ര വികസിച്ചിട്ടില്ല എങ്കിൽ, അതിന് വേണ്ടത്ര ഒരു എക്സ്പാൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതിൻ്റെ അറകൾ തുറന്നിട്ടില്ല എങ്കിൽ, നാളെ ഈ ഒരു ലങ്സിനെ തകർക്കാനുള്ള വൈറസ് ഭൂമിയിലുണ്ടെന്ന് കൊറോണ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ടുള്ള ഗുണം, കാലത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി രൂപപ്പെടുന്നത്. അതിന് ടാബ്ലറ്റ് മേടിച്ച് കുടിക്കേണ്ടി വരില്ല. സ്കിൻ ഡിസീസുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസ് നമുക്കുണ്ടാവില്ല. ഇന്ന് രാവിലെ എണീറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിൽ BP നോർമലായിരിക്കും, അവരുടെ സ്ട്രെസ് ലെവൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് പ്രായമാകും തോറും ടെൻഷൻ, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടിക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്ന അമ്മമാർ, അവർ മാർഗദർശികളാണ്. പക്ഷേ ഉണ്ട് അമ്മമാർ, പക്ഷെ പറഞ്ഞു കൊടുക്കില്ല ഇതൊക്കെയാണ് ഗുണം എന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ഡെയിലി അമ്പലത്തിൽ പോവുമായിരുന്നു. പിന്നെ മാനസികമായിട്ടുള്ള പരിവർത്തനം. ക്ഷേത്രത്തിൻ്റെ അകത്ത്, ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറി ആ വിഗ്രഹം നോക്കിക്കൊണ്ട് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിനെ ഒരു ചിന്തയിൽ ഉറപ്പിക്കാനുള്ള കഴിവും നേടുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ദുഃഖം, വിഷമം, പരാജയം, ഇതൊക്കെ നമ്മളെ അലട്ടുന്ന ചില ചിന്തകളിൽ നാം കുരുങ്ങിപ്പോവുകയാണ്. നാം നമ്മളെ കുരുക്കുകയാണ്, അല്ലാതെ വിധി നമ്മളെ കുരുക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുരുക്കുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ചാഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുകയാണ്, എൻ്റെ മനസ്സിനെ ഉയർത്തണം. അതിനെന്താ വഴി? വേണ്ടാത്തത് ചിന്തിക്കുന്നതിന് പകരം മന്ത്രങ്ങളൊക്കെ എടുത്ത് ചിന്തിക്കണം. അതിനാണ് ക്ഷേത്രത്തിൽ പോയി മന്ത്രങ്ങൾ ജപിക്കുന്നത്. അപ്പോൾ ഒരു ഏകാഗ്രതയ്ക്ക് നമുക്ക് വിഗ്രഹങ്ങൾ വേണം. ആ വിഗ്രഹം നോക്കിക്കൊണ്ട് നമ്മൾ ജപിക്കുമ്പോൾ, എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകണം, വീട്ടിൽ പോരാ. ക്ഷേത്രങ്ങളിലാകുമ്പോൾ ആ ഒരു എനർജി, ആ ഒരു എൻവയറമെൻറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു, നമ്മൾ മന്ത്രം ജപിച്ച ഒരു വിഗ്രഹത്തെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു തിരിച്ചുള്ള നമുക്കുള്ളൊരു റെസ്പോണ്ടിങ് എനർജി, അത് വളരെ പോസിറ്റീവ് ആകുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വളരെ സഹായിക്കും. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന ഒരു പരിശീലനം കൊടുത്തുകൊണ്ട് മനസ്സിന് ശക്തിയും ശരീരത്തിന് ആരോഗ്യവും, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ആചരണത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരാണ് ശ്രേഷ്ഠന്മാർ. അപ്പോൾ ആരാണ് ശ്രേഷ്ഠന്മാർ? മാർഗദർശികളാണ് ശ്രേഷ്ഠന്മാർ. മാർഗദർശികൾ എന്ന് പറഞ്ഞാൽ വഴി പറഞ്ഞു കൊടുക്കല്ല, വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് വഴി കാട്ടുന്നവർ, അവരെയാണ് ആചരതി ശ്രേഷ്ഠ. ഇപ്പം ഈ ആചാര്യൻ എന്ന വാക്കിൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ആചാര്യനിൽ അറിവുണ്ട്, ആചാര്യനിൽ ആചരണമുണ്ട്. അറിവോടുകൂടി ആചരിക്കുന്നവരെയാണ് ആചാര്യൻ എന്ന് പറയുക. അപ്പം അറിവാണ് നമുക്കില്ലാത്തതെങ്കിൽ അത് വെറും
അന്ധമായ ആചരണമാകുമ്പോൾ അത് കുറേ കഴിഞ്ഞാൽ ആളുകൾ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് പല മതങ്ങളും കാലാഹരണപ്പെട്ടു പോയത്. അതൊരു അന്ധമായ അറിവിലൂന്നിയതാണ്, തെറ്റായ അറിവിലാണ്. ഭാരതത്തിൻ്റെ അതല്ല, അത് ശരിയായ അറിവിലാണ്. ഇന്ന് നമുക്കത് മനസ്സിലാവും. കാരണം സയൻസ് പുരോഗതി പ്രാപിക്കുന്തോറും ഭാരതത്തിൻ്റെ ഹിന്ദു സംസ്കാരം ശരിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ്. നോക്കൂ, ഒരു ലളിതമായ ഉദാഹരണം. പണ്ട് മരിച്ച വീടുകളിലൊക്കെ അവർ 10-14 ദിവസം പുലയാചരിച്ചിരുന്നു. പുറത്തൊന്നും പോവില്ല, കാരണം അവർ പുലയിലാണെന്ന് പറയും. ഇന്നിപ്പോൾ നോക്കൂ, ഒരു വൈറസിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് 14 ദിവസമായി. അപ്പം എന്തുകൊണ്ടാണ് ഈ ക്വാറൻറ്റൈൻ ചെയ്യുന്നത്? ഇവരുടെ ശരീരത്തിൽ നിന്ന് വൈറസ് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ. അപ്പോൾ മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നും വൈറസുകൾ വരാം, അവരുടെ ശരീരത്തിൽ അണുക്കൾ വരാം, അവരിലൂടെ അത് പുറത്തേക്ക് പോവാം. ഇതൊക്കെ പണ്ടുള്ളവർ മനസ്സിലാക്കാതെ ആയിരിക്കും ഇങ്ങനെ ഒരു ആചരണം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ അത് ഇംഗ്ലീഷിൽ ക്വാറൻറ്റൈൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും 14 days ക്വാറൻറ്റൈനിലാണ്. അന്നും പൂർവികരിതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് നമുക്കത് അന്ധമായ വിശ്വാസമായിരുന്നു. ഇന്നത് സയൻസ് തെളിയിച്ചു ശരിയാണ്. ഒരു വൈറസ് മിനിമം നമ്മുടെ ശരീരത്തിൽ 14 ദിവസം നിൽക്കാം. അത് അത്രയും ദിവസം നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവില്ല. ഈ തരത്തിലൊക്കെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെയോ അറിവ് നഷ്ടപ്പെട്ടപ്പോൾ, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെയപ്പോൾ നമ്മളിങ്ങനെ അന്ധതയിൽ നിന്നപ്പോഴാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആചരണത്തിൽ ച്യുതി സംഭവിച്ചത്. ഏതായാലും നമുക്ക് തിരിച്ചെടുക്കണം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഇത് ആചരതി ശ്രേഷ്ഠ. നമ്മൾ ഓരോരുത്തരും ഈ കാര്യം മനസ്സിലാക്കി, എന്തിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത്? എൻ്റെ ആരോഗ്യ പരിപാലനത്തിന്, എൻ്റെ മനസ്സിനെ നാമത്തിൽ ഉറപ്പിച്ചുകൊണ്ട് എന്നെ അലട്ടുന്ന ഒരു ചിന്തകളും ചിന്തിക്കാൻ അതിനെ അനുവദിക്കാതെ, അങ്ങനെ എൻ്റെ കഴിവും ശക്തിയും ഉണർത്തുന്നതിന്, ധൈര്യവും ഉണർത്തുന്നതിന്, അതിന് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പം ക്ഷേത്രത്തിൽ പോകുന്നത് യാചിക്കാനല്ല, എന്നെ കരുത്തുള്ള ഒരാളാക്കാനാണ്, ശക്തിയുള്ള ഒരാളാക്കാനാണ്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി.